والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر لتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. صدق الله العظيم. ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ സകല മേഖലകളിലും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവൻ്റെ അന്ത്യദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതക്രമങ്ങളും അനുധാവനം ചെയ്ത് ജീവിക്കാനും അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോക വിജയവും അതിലൂടെ നേടിയെടുക്കാനും നിരന്തരമായി ശ്രമിക്കണമെന്ന് എൻ്റെ സഹോദരങ്ങളോടും ഞാൻ എന്നോടും ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അള്ളാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ പിരിഞ്ഞുപോയ നമ്മുടെ ഉറ്റവർ, ഉടയവർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ, ഗുരുവര്യന്മാർ എല്ലാവർക്കും അള്ളാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. റമദാൻ നന്മയുടെ ഒരു പെരുമഴ പോലെയാണ് നമ്മളിലേക്ക് ആഗതമാവുന്നത്. ആ പെരുമഴയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ച മുസ്ലിമായി അറിയപ്പെടുന്ന മുഴുവൻ ആളുകൾ ഒഴുകിയെത്തുകയാണ് ഇസ്ലാമിന്റെ തീരത്തേക്ക്. ഒരു വൻപിച്ച നന്മയുടെ പെരുമഴ പെയ്ത്താണ് ഓരോ റമദാനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമായതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കാണാമറയത്ത് മനുഷ്യനെ തിന്മകളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളെ ചങ്ങലക്കിട്ട് നിയന്ത്രിച്ചുകൊണ്ട് അല്ലാഹു സത്യവിശ്വാസികളെ മുഴുവനും ഈ റമദാനിലേക്ക് ഇങ്ങനെ തള്ളിവിടുകയാണ്. അല്ലാഹു തആല മഴയെ ഉദാഹരിച്ചത് നമുക്ക് കാണാൻ കഴിയും ഖുർആനിൽ. അൻസല മിനസ് സമാഇ മാഅൻ ഫസാലത്ത് ഔദിയത്തുൻ ബിഖദരിഹാ. അവൻ മേഘപാളികളിൽ നിന്നും മഴ വർഷിപ്പിച്ചു. അങ്ങനെ അത് മലഞ്ചരിവുകളും ജലാശയങ്ങളും ഒക്കെ തന്നെ നിറച്ച് കവിഞ്ഞൊഴുകി. അങ്ങനെ ഈ മലവെള്ളം വമ്പിച്ച പ്രവാഹമായി മാറി. അതിൽ നിന്ന് നുരയും പതയും കുമിളകളും ഉയർന്നു പൊങ്ങുന്നുണ്ട്. അപ്രകാരം
അവർ കത്തിക്കുന്ന തീ ഇതേപോലെ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ, അതേപോലുള്ള ഉപകരണങ്ങൾ, ഇതൊക്കെ തന്നെ കൊല്ലന്റെ ആലയിൽ ഊതിക്കാച്ചി, തീയിൽ പഴുപ്പിച്ച് ഊതിക്കാച്ചി എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ അതിൽ നിന്നും നുരയും പതയും പൊന്തുന്നത്, ഉയരുന്നത് കാണാൻ കഴിയും. ഇപ്രകാരം അല്ലാഹു സത്യത്തെയും മിഥ്യയെയും ശരിയെയും തെറ്റിനെയും സത്യത്തെയും അസത്യത്തെയും അവൻ ഉദാഹരിച്ച് കാണിച്ചു തരികയാണ്. പക്ഷേ ഈ വമ്പിച്ച മലവെള്ളത്തിൽ വമ്പിച്ച മഴയുണ്ടായി ജലപ്രളയമായി മാറി, അതിൽ നോക്കുമ്പോൾ ഇങ്ങനെ നുരയും പതയും പൊന്തി കുമിളകൾ ഉയർന്ന് ജലാശയത്തിലൂടെ അതിമനോഹരമായതിങ്ങനെ സഞ്ചരിച്ച് പോകുന്നത് കാണാം. പക്ഷേ ആ പതകൾ പൊട്ടി, കുമിളകൾ പൊട്ടി, പതകൾ വറ്റിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ആ യഥാർത്ഥത്തിലുള്ള മഴ, ആ ശുദ്ധമായ മഴ, അത് ഭൂമിയിൽ തങ്ങി നിൽക്കുകയും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യുകയാണ്. ആ മഴ തങ്ങി നിന്നാണ് സസ്യലതാദികളെ മുളപ്പിക്കുന്നതും പൂക്കളും കായ്കനികളും ഉണ്ടായിത്തീരുകയും ചെയ്യുന്നത്. അതിലൂടെ മനുഷ്യന് ആവശ്യമായ ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഇഷ്ടംപോലെ വിഭവങ്ങളും അതിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതേപോലെ തന്നെയാണ് കൊല്ലൻ ആലയിൽ പഴുപ്പിക്കുന്ന ഈ ലോഹങ്ങൾ, ഈ സ്വർണ്ണാഭരണങ്ങൾ, അതിനെ ഇങ്ങനെ പഴുപ്പിച്ച് അതിൽ നിന്നും നുരയും പതയും പൊന്തി വരുന്നു. അത് പിന്നെ വറ്റിപ്പോകുന്നു, അതിൽ നിന്ന് അഴുക്കുകൾ നീക്കം ചെയ്യപ്പെടുന്നു. ശുദ്ധമായ തങ്കം, സ്വർണം, അതാണ് പിന്നെ മനുഷ്യന് ഉപകാരപ്പെടുന്ന തങ്കത്തിളക്കം നമുക്ക് കാണാൻ കഴിയുന്നത്, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അലങ്കാരമായി മാറുന്നു. ഇതേപോലെയാണ് സത്യത്തെയും അസത്യത്തെയും അല്ലാഹു ഉദാഹരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തവർക്ക് നന്മയുണ്ട്. അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാത്തവർ, ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു, ഈ ഭൂമി മുഴുവൻ അവർക്ക് സ്വന്തമായുണ്ടെങ്കിലും ഈ ഭൂമിയിലുള്ളതും അതുപോലുള്ളതും ഒക്കെ സ്വന്തമായി അടക്കി വാണാലും ലഫ്തദൂബിഹി, അതെല്ലാം തന്നെ ദണ്ഡമായി പ്രായശ്ചിത്തമായി നാളെ അല്ലാഹുവിന് കൊടുക്കാമെന്ന് വന്നാലും ഉലൈക ലഹും സൂഉൽ ഹിസാബ്, അവർക്ക് വളരെ മോശമായ വിചാരണ, കടുത്ത വിചാരണ നേരിടേണ്ടി വരും. വമഅവാഹും ജഹന്നം വബിഅ്സൽ മിഹാദ്, അവർക്ക് അവരുടെ അന്തിമമായ അഭയസ്ഥാനം നരകമാണ് എന്ന് അല്ലാഹു തആല പറയും. സഹോദരന്മാരെ, ഈ പരിശുദ്ധമായ റമദാൻ ലോകമെമ്പാടും നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിലേക്ക്, പള്ളിയിലേക്ക്, നോമ്പിലേക്ക്, നമസ്കാരത്തിലേക്ക്, തറാവീഹിലേക്ക്, ഇഫ്താറിലേക്ക് ഒരു പുത്തൻ ഉണർവ്, ഒരു ഉന്മേഷം, ഒരു ട്രെൻഡ് അങ്ങനെ രൂപപ്പെടുകയാണ്. പക്ഷെ അല്ലാഹു ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഈ ട്രെൻഡുകൾ അതിൽ ഉയർന്നു പൊങ്ങുന്ന ആ ഒരു ആവേശത്തിൽ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അത് വെറും ഈ ജലപ്രളയത്തിലെ അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലെ നുരയും പതയും കുമിളകളും പോലെയായി മാറരുത്. ആലയിൽ കൊല്ലൻ ഊതിക്കാച്ചുമ്പോ അതിൽ പഴുത്തു ഉരുകിയിട്ട് ഉയരുന്ന ആ പതയായി പോകരുത്. അതെല്ലാം വറ്റിപ്പോകും. പക്ഷെ നിലനിൽക്കുന്നത്, സ്ഥായിയായി നിലനിൽക്കുന്നത്, അത് പരിശുദ്ധ ഖുർആനിനെ, ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ്.
പരിശുദ്ധ റമദാൻ വന്നു. സഹോദരങ്ങൾ ധാരാളമായി പള്ളികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ വമ്പിച്ച തിരക്കായിരിക്കും. പിന്നീട് ആദ്യത്തെ ജുമായിലും നല്ല തിരക്കുണ്ടാവും. പിന്നീട് അത് ക്രമേണ കുറഞ്ഞു വരും. പിന്നീട് ഒരു 27 ആകുമ്പോഴേക്ക് 26 ആകുമ്പോൾ പിന്നെ അവിടെ വലിയൊരു തിരക്ക് വീണ്ടും അനുഭവപ്പെടും. പിന്നെ ആ തിരക്ക് വീണ്ടും കുറയും. പിന്നെ പെരുന്നാളാകുമ്പോൾ വമ്പിച്ച തിരക്കാവും. ഇങ്ങനെ താൽക്കാലികമായി ഉണ്ടാകുന്ന ട്രെൻഡിനനുസരിച്ച് വരുന്ന, അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിൽ പോലെ വരുമ്പോൾ അതിൽ കുമിളകളായി ഇങ്ങനെ ഉയർന്നു പൊങ്ങി പൊട്ടിത്തകർന്നു പോകാനുള്ളവരെല്ലാം മുഅ്മിനീങ്ങൾ. ഹഖാണെങ്കിൽ, സത്യമാണെങ്കിൽ, യാഥാർത്ഥ്യമാണെങ്കിൽ, വസ്തുതകളാണെങ്കിൽ ഫയംകുസു ഫിൽ അർദ്, ഭൂമിയിൽ തങ്ങി നിന്ന് അത് സസ്യങ്ങളെ മുളപ്പിച്ച് ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നത് പോലെ അതിവിടെ നിലനിൽക്കാൻ കഴിയണം. നമ്മളങ്ങനെ കുമിളകളാവരുത്. ആവേശങ്ങൾക്കും ട്രെൻഡിനും അനുസരിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ പക്ഷത്തേക്ക് വന്നു നിൽക്കുന്ന വെറും കുമിളകളായി നമ്മൾ പൊട്ടിത്തകർന്നു പോകാനുള്ളവരല്ല. മറിച്ച് ഈ റമദാനിൽ നമുക്ക് പള്ളിയിൽ കയറാൻ കഴിയുന്നുണ്ടെങ്കിൽ, നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സ്നേഹം കാണിക്കുന്നതാണ്, കാരുണ്യം കാണിക്കുന്നതാണ്. കാരുണ്യത്തിന്റെ 10 ദിനങ്ങളിൽ നമുക്ക് ആ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ഓടിയണയാൻ നമുക്ക് കഴിയുകയാണ്. ഇവിടെ നമുക്ക് നിന്ന് ചിന്തിക്കണം. ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ആ കുമിളകളായി പൊട്ടിപ്പോകാതെ നമുക്കിവിടെ നിൽക്കാൻ കഴിയണം. ഇവിടെ യഥാർത്ഥത്തിലുള്ള ഈ റമദാനിന് അനുകൂലമായ ട്രെൻഡ്, ഈ പെരുമഴ, നന്മയുടെ പെരുമഴ, അത് ഖുർആനിന്റെ പേരിലുണ്ടായി തീർന്നതാണ്. പരിശുദ്ധ ഖുർആൻ നമുക്കൊരു മഴയെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഴ പെയ്യുമ്പോൾ, ഖുർആനാകുന്ന മഴ നമ്മളിലേക്ക് പെയ്തിറങ്ങുമ്പോൾ, നമ്മുടെ മനസ്സുകളിലേക്ക് പെയ്തിറങ്ങുമ്പോൾ 3 തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിവും സന്മാർഗവുമായി, ഇൽമും ഹിദായത്തുമായി അല്ലാഹു എന്നെ നിയോഗിച്ചതിന്റെ ഉദാഹരണം ഏതുപോലെ എന്നാൽ അത് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന 3 തരം ഭൂമികൾ പോലെയാണ്. അതിലൊരു ഭൂമി അർളുൻ ത്വയ്യിബ, ഫലഭൂയിഷ്ഠമായ ഭൂമിയാണ്. ആ ഭൂമിയിലേക്ക് മഴ പെയ്തിറങ്ങുന്നു. മഴ പെയ്തിറങ്ങുമ്പോൾ ഭൂമി വെള്ളത്തെ വലിച്ചെടുക്കുന്നു. അവിടെ നിന്നും സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. മുള പൊട്ടുന്നു, അത് ഉയർന്നു വരുന്നു, കായ്കനികളായി അത് ജനങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. ഖുർആൻ പറഞ്ഞല്ലോ, കലിമത്തുൻ ത്വയ്യിബ കശജറത്തുൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ തുഅതി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. നല്ല വാക്യങ്ങൾ, നല്ല വചനങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധമായ വചനങ്ങൾ, അല്ലാഹുവിന്റെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിത്തരുന്ന തിരുവചനങ്ങൾ, ഇതെല്ലാം വിശുദ്ധമായ വാക്യങ്ങളാണ്. അത് മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരു വിത്തായി രൂപാന്തരപ്പെടുകയാണ്. അത് പൊട്ടിമുളച്ച് അതിങ്ങനെ അത് മരമായി മാറുകയാണ്. കലിമത്തുൻ ത്വയ്യിബത്തുൻ കശജറത്തിൻ ത്വയ്യിബ. ഏതുപോലെ എന്നാൽ ഒരു ഫലം നൽകുന്ന ഒരു ഫലവൃക്ഷം പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ വേരുകൾ ഭൂമിയിൽ ആഴ്ന്നിറങ്ങുന്നു. വഫറുഹാ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങൾ അത് ആകാശമുട്ട ഉയർന്നു നിൽക്കുകയാണ്. എന്നിട്ടോ അത് കായ്കനികളെ ഉൽപ്പാദിപ്പിച്ച് തുറുത്തി ഉക്കുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, അത് ജനങ്ങൾക്ക് ഇഷ്ടം പോലെ കായ്കനികൾ, പഴങ്ങൾ സമ്മാനിക്കുകയാണ്. ഇതേപോലെയാണ് ഒരു മുഅ്മിൻ. വമ്പിച്ച മഴ പെയ്തു. ആ മഴ നിലവിലുള്ളതിനെ എല്ലാം നിലംപരിശാക്കി കടന്നു പോകുന്ന അവസ്ഥയല്ല. മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന അവസ്ഥയല്ല. അതല്ലെങ്കിൽ കുമിളകളായി പൊട്ടിത്തകർന്നു പോവുകയല്ല. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ അവതരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നമ്മളിൽ നന്മ മുളപ്പിച്ച് വലിയ നന്മയുടെ മരങ്ങളായി നമ്മൾ മാറുന്നു. പറഞ്ഞു, ഒരു ഭൂമി അങ്ങനെയാണ്. മഴ പെയ്യുമ്പോൾ ഒരു ഭൂമി അങ്ങനെയാണ്. ഏത്? ഫലഭൂയിഷ്ഠമായ ഭൂമി. അതിലേക്ക് മഴയെ അത് സ്വാംശീകരിച്ച് അവിടെ നിന്നും
പൊട്ടിമുളച്ച് കായ്കനികൾ നൽകുന്ന ഏറ്റവും ഫലഭൂയിഷ്ടമായ ഭൂമി. രണ്ടാമത്തെ ഭൂമി ഉറച്ച ഭൂമിയാണ്. അത് വെള്ളത്തെ സ്വീകരിക്കുകയില്ല, വെള്ളത്തെ കെട്ടി നിർത്തുകയാണ്. എന്നിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്നു, സ്വന്തമായി ഉപയോഗപ്പെടുന്നില്ല. അതിൽ നാൽക്കാലി മൃഗങ്ങളും മനുഷ്യരുമെല്ലാം അതിൽ നിന്ന് വെള്ളമെടുക്കുന്നു. ഈ പരിശുദ്ധ ഖുർആനിനെ നിലനിർത്താൻ ആവശ്യമായ സഹായം ചെയ്യുന്നു എന്നതല്ലാതെ അവൻ സ്വന്തമായത് സ്വീകരിക്കുന്നില്ല. ഇസ്ലാമിന്റെ നന്മയുടെ നടത്തിപ്പുകാരും അതിന്റെ സപ്പോർട്ടേഴ്സും ഒക്കെ ആകും, അതിനെ പിന്തുണയ്ക്കുന്നവരും ഒക്കെ ആകും. പക്ഷേ അവൻ അതിനെ ആവാഹിക്കുന്നില്ല, സ്വന്തത്തിലേക്ക് ഏറ്റെടുത്ത് നന്മ മരമായി മാറുന്നില്ല. മൂന്നാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാമത്തെ ഭൂമി ചതുപ്പ് ഭൂമിയാണ്. ചതുപ്പ് ഭൂമി, ആ ചതുപ്പ് ഭൂമി വെള്ളത്തെ സ്വീകരിക്കുകയോ കെട്ടി നിർത്തുകയോ ചെയ്യുന്നില്ല. അത് ആ ചതുപ്പ് ഭൂമിയിൽ സസ്യങ്ങളെ, അത് വെള്ളത്തെ വലിച്ചെടുക്കുകയോ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതിങ്ങനെ ചളിക്കുണ്ടായി കിടക്കുകയാണ്. ഇതേപോലെയാണ് വേറെ ചില മനുഷ്യർ. അപ്പൊ ഈ മൂന്ന് തരത്തിലും പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം എന്ന നിലയിൽ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലാഹു തആല അൻസല മാഅൻ മിനസ് സമാ എന്ന് പറഞ്ഞതുപോലെ, അൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു തആല അവന്റെ പക്കൽ നിന്നും എന്താണ് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഖുർആനിനെ നമുക്ക് പെയ്തിറക്കി തരികയാണ്. നമ്മുടെ മനസ്സുകളും ഈ മൂന്ന് തരത്തിലുള്ള പ്രതികരണങ്ങളാണുള്ളത്. ഒന്നാമത്തത് ഫലഭൂയിഷ്ടമായ മണ്ണ് പോലെ. രാത്രിയിൽ ഒരുപാട് ഉറക്കൊഴിക്കുന്നവരാണോ നമ്മുടെ മഹലിൽ ജുമായ്ക്ക് വരുന്നവര്? ഉറക്കം വരുന്നുണ്ടല്ലോ ഒരുപാട് പേർ. അടുത്തിരിക്കുന്നവരൊക്കെ ഉണർത്തിക്കോളി. രാത്രിയിൽ സുദീർഘമായി നിന്ന് നമസ്കരിക്കുന്നവരാണോ നമ്മൾ? എന്നൊക്കെ ഉറക്കം വരാം, പകല് ജോലി തിരക്കാണ്. ഒന്ന് ശ്രദ്ധിച്ചോളി, പറയുന്നതിൽ എന്തെങ്കിലും ഹയറുണ്ടാവും. അപ്പോ ഈ മൂന്ന് തരത്തിലുള്ള മണ്ണുകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. എന്തിനാണത് പറഞ്ഞത്? നമ്മുടെ മനസ്സുകളും ഈ മൂന്ന് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവാം. ഒന്ന് ഫലഭൂയിഷ്ടമായ മനോഭാവം, നല്ല ഏത് നന്മകളും ഖുർആനിന്റെ നന്മകൾ കേട്ടാൽ അതിനെ ആവാഹിച്ചെടുക്കുകയും സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പ്രവൃത്തിഫലത്തിൽ കൊണ്ടുവന്ന് സൽഫലമാക്കി മാറ്റി ബാക്കിയുള്ളവർക്ക് സൽസ്വഭാവത്തിൻ്റെതായ ഫലങ്ങൾ കൈമാറുകയും ചെയ്യുന്ന നല്ല ഒരു നന്മമരമായി മാറുന്ന സ്വഭാവം. രണ്ടാമത്തത് അത് അതിനെ സംരക്ഷിക്കാനുണ്ടാകും, പക്ഷേ അത് മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഉപയോഗം, നമുക്ക് സ്വന്തമായി അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടാവാത്ത ഉറച്ച പാറ പോലുള്ള മനസ്സുള്ളവരുണ്ടാകും. കാര്യമൊക്കെ ശരി തന്നെയാണ്, എനിക്കത് വേണ്ട, അതൊക്കെ നിലനിൽക്കേണ്ടതാണ്, ഇതിവിടെ ആവശ്യമാണ്. മദ്രസ നടത്തും, പള്ളി നടത്തും, ദീന് നടത്തും, അതിനാരെങ്കിലും വല്ലതും പറഞ്ഞാൽ അതിനൊക്കെ തന്നെ പ്രതിരോധിക്കാനുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് കടന്നു വരില്ല. മറ്റുള്ളവർക്ക് അതിവിടെ ആവശ്യമാണ്, നിലനിൽക്കണം, അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. അതേപോലെ ഉറച്ച വെള്ളം കെട്ടി നിർത്തുന്ന അത്തരത്തിലുള്ള മനസ്സുള്ള ആളുകൾ, ഭൂപ്രദേശത്തിന്റെ മനസ്സുള്ള ആളുകൾ. മറ്റൊന്ന് ചതുപ്പാണ്, സ്വീകരിക്കരുത്, ഒന്നിനും സമ്മതിക്കൂല. ഖുർആനിനെ ഇത് സ്വീകരിക്കുകയില്ല, അത് തള്ളുകയുമില്ല, കൊള്ളുകയുമില്ല. ഈ ചളിക്കൊണ്ടുപോലെ എപ്പോഴും ഉപദ്രവകരമായ ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കും അതിനെ കൊണ്ടുപോകുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ പരിശുദ്ധ ഖുർആൻ എന്തിനാണ് അവതരിച്ചത്? ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാനിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. ഇതെന്തായിട്ടാണ്? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗദർശനമായി, സന്മാർഗത്തിന്റെ വിശദാംശങ്ങളായിട്ടാണ്, വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനങ്ങളായിട്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ അവതരിപ്പിച്ചത് കൊണ്ട് എന്ത് വേണം? ഫമൻ ശഹീദ മിൻകും ശഹറ ഫൽയസുംഹു. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഖുർആനെ നിങ്ങൾക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ, ഈ ശുദ്ധമായ ഫലഭൂയിഷ്ടമായ മണ്ണ് പോലെ അതിനോട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഫൽയസുംഹു, വ്രതമനുഷ്ഠിച്ചു കൊള്ളട്ടെ, വ്രതമനുഷ്ഠിച്ചു കൊള്ളട്ടെ. നോമ്പ് നോക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പറയുന്നത്. അപ്പോ
നോമ്പ് നോൽക്കുമ്പോ എങ്ങനെയാ ഇതൊക്കെ ഹിദായത്താവുക എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഖുർആൻ ഒരു സംശയവുമില്ല, മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്. എല്ലാവർക്കും സന്മാർഗമാവില്ല. അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള, പരലോകത്തെ കുറിച്ച് യാഥാർത്ഥ്യ ബോധമുള്ള, നന്മ തിന്മകളെ തിരിച്ചറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് ഹിദായത്താണ്, സന്മാർഗ ദർശനമാണ്. അപ്പോ എല്ലാവർക്കും അതാവൂല. അങ്ങനെ ഒരു മനസ്സ് വേണം, അനുകൂലമായ ഒരു മനോഭാവം ഉണ്ടാകണം. ഈ അറുവൽ ത്വയ്യിബ, നല്ല വിത്ത് കൊണ്ടുപോയി നല്ല മണ്ണിൽ കൃഷി ചെയ്യുന്നത് പോലെ നല്ല മനസ്സുണ്ടെങ്കിലേ ഖുർആൻ നമുക്ക് നേർമാർഗമാവുള്ളൂ. അങ്ങനെ നേർമാർഗമാകണമെങ്കിൽ നമ്മൾ നിലവിലുള്ള അവസ്ഥകൾ മാറണം, അറ്റ്മോസ്ഫിയർ മാറണം, അന്തരീക്ഷം മാറണം. അതിനുള്ള ഒരു പുതിയ അന്തരീക്ഷം റമദാനിലൂടെ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും സ്വയം മാറാൻ വേണ്ടി അല്ലാഹു തആല അതിനുള്ള ഒരു ഇച്ഛാശക്തി തന്നു, വിൽ പവർ നമുക്ക് നൽകി. നമ്മുടെ പ്രശ്നം അതാണല്ലോ. അപ്പൊ വിൽ പവർ എന്താണ്? രാത്രി എഴുന്നേക്കാൻ കഴിയാത്തവർ, ഉറക്കത്തോട് ഭയങ്കരമായി ഗാഢമായ ബന്ധമുള്ളവർ, ഗാഢനിദ്രയിൽ ആണ്ട് കിടക്കുന്നവരെ തട്ടി വിളിച്ച് അത്താഴം കഴിക്കൽ നിനക്ക് സുന്നത്താണെന്ന് പറഞ്ഞ്, അതുകൊണ്ട് അങ്ങനെ അത്താഴം കഴിപ്പിച്ച്, അതുപോലെ സുബഹി നമസ്കരിപ്പിച്ച്, അതുപോലെ സുബഹി നിസ്കരിക്കാത്തവർ സുബഹി നിസ്കരിക്കാൻ കഴിയുന്നു. ഒരു നേരം വിശന്നിരിക്കാൻ കഴിയാത്തവർ എനിക്ക് കഴിയും, രാവിലെ ഉച്ചയ്ക്കൊന്നും കഴിക്കാതെ എനിക്ക് കഴിക്കാതിരിക്കാൻ കഴിയുമെന്ന് അവനെ ബോധ്യപ്പെടുത്തുന്നു. വെള്ളം ദാഹിച്ചാൽ വെള്ളം കുടിക്കാതിരിക്കാൻ കഴിയാത്തവന് അവന് നിനക്ക് ദാഹിച്ചാലും വെള്ളം കുടിക്കാതിരിക്കാൻ കഴിയും എന്ന അവസ്ഥയുണ്ടാക്കുന്നു. അതുപോലെ ഭോഗതൃഷ്ണയുള്ളവൻ, വെറുമൊരു വികാരജീവിയായി ജീവിക്കുന്ന ആളുകൾ, സ്ത്രീലമ്പടത്ത മനോഭാവങ്ങളുള്ള ആളുകൾ, അവരെയൊക്കെ പിടിച്ചു നിർത്തി അരുതടാ, നോക്കണതടാ, ആ സ്ത്രീയിലേക്ക്, അന്യ പുരുഷനിലേക്ക്, അന്യ സ്ത്രീയിലേക്ക് നോക്കരുത്, കാണരുത്. അവരോടുള്ള ബന്ധങ്ങളിൽ പവിത്രതയുണ്ടാകണം എന്ന അർത്ഥത്തിൽ അങ്ങനെ വികാരത്തെ നിയന്ത്രിക്കാൻ അവരെ പഠിപ്പിക്കുന്നു. ദേഷ്യം വന്നാൽ ഇന്നി സായി, ഞാനൊരു നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കാതെ മാറി നിൽക്കാൻ അവൻ ആത്മനിയന്ത്രണ ശേഷി കൊടുക്കുന്നു. ആ മനസ്സിനെ അങ്ങനെ സെറ്റ് ചെയ്യണം. എന്നിട്ട് എന്താ പറയുന്നത്? നീ രാത്രിയിൽ ദീർഘമായി നിന്ന് നമസ്കരിക്കും, ഖുർആനോട്. അൽഹംദുലില്ലാഹ്, അടുത്ത കാലത്ത് വളർന്നു വന്ന രീതി അനുസരിച്ച് ഖുർആൻ മുഴുവനും അതിങ്ങനെ ഓതുകയാണ് സുദീർഘമായി. പണ്ടൊരു വന്നുഹായായിരുന്നെങ്കിൽ ആ വന്നുഹ മുതൽ താഴോട്ട്, അല്ലെങ്കിൽ അലന്തറക്കൈ മുതൽ താഴോട്ട് 10, 15, 25 മിനിറ്റിൽ മത്സരിച്ച് ഓടി തീർന്നു പോകുന്ന കാലമായിരുന്നു തറാവിയെങ്കിൽ, തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് അനുകൂലമായി ചിന്തിച്ചാൽ സുദീർഘമായ നിലയിൽ 1 മണിക്കൂറെങ്കിലും ഒക്കെ നിന്ന് നമസ്കരിക്കുന്നു. പിന്നെ രാത്രിയിൽ തഹജ്ജുദെന്നോ ഖിയാമുൽ ലൈലെന്നോ ഒക്കെ പേര് പറഞ്ഞ് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന അവസ്ഥകൾ ഖുർആൻ സുദീർഘമായി കേൾക്കുന്നു. അതേപോലെ ഖുർആൻ ധാരാളമായി ഓതുന്നു. അതേപോലെ തന്നെ ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കാൻ ചെറുപ്പക്കാരും അല്ലാത്തവരും ശ്രമിക്കുന്നു. ഏത് ആപ്പ് അനുസരിച്ചിട്ടാണ് എനിക്ക് ഖുർആന്റെ അർത്ഥം പഠിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു വരുന്നു. ഇതൊക്കെ അനുകൂലമായ ഒരു അന്തരീക്ഷം. എന്നെ നിയന്ത്രിക്കാൻ, എന്റെ ഭോഗം, എന്റെ കാമം, എന്റെ ദേഷ്യം, എന്റെ വിശപ്പ്, എന്റെ ദാഹം, എന്റെ വികാരങ്ങൾ, ഇതൊക്കെ നിയന്ത്രിച്ച് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുകയാണ്. എന്റെ ശരീരപ്രധാനമായ വികാരങ്ങളെ നിയന്ത്രിച്ചിട്ട് ഖുർആൻ പറയുന്ന വികാരങ്ങളെ ഏറ്റെടുക്കാൻ അനുകൂലമാക്കി തരികയാണ്. അപ്പോൾ എന്ത് വേണം? അനുകൂലമായ ഒരു കൃഷിയോഗ്യ ഖുർആനിന്റെ ആ വിത്തുകളെ ഹൃദയത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന നിലയിൽ അനുകൂലമായ ഒരു മനസ്സ് അള്ളാഹു ഉണ്ടാക്കി തരികയാണ്. അതിനു മുമ്പേ നമ്മൾ തൗബ ചെയ്യുകയാണ്. തൗബയിലൂടെ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് അടുക്കുന്നു. പിന്നീട് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു. അങ്ങനെ ഈ അന്തരീക്ഷത്തിലേക്ക് വരുന്നു, മനസ്സൊരുക്കുന്നു. ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാനുള്ള ഒരു നിയന്ത്രണ ശേഷി ഇതാ അള്ളാഹു അത് നമ്മുടെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിലെടുത്ത് തരികയാണ്. നിനക്ക് നിന്നെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് കാണിച്ചു തരികയാണ്. അള്ളാഹു പറഞ്ഞ എന്താ? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറാൻ തയ്യാറില്ലാത്തവരെ അള്ളാഹു മാറ്റുകയില്ല. അപ്പൊ സ്വയം മാറാൻ നിനക്ക് കഴിയും. അള്ളാഹ് വിചാരിച്ചാൽ പോലും മാറൂല. അള്ളാഹ് അങ്ങനെ വിചാരമില്ല, അള്ളാഹ് വിചാരിക്കുന്നില്ല. അള്ളാഹ് ഒരു സമൂഹത്തെ മാറ്റണമെങ്കിൽ ഓരോ വ്യക്തിയും സ്വയം മാറ്റത്തിന് തയ്യാറാണ്. സ്വയം മാറ്റത്തിന് തയ്യാറാവാൻ അള്ളാഹു അതിനുള്ള അന്തരീക്ഷം ഒരുക്കി തന്നിരിക്കുന്നു. ഓരോരുത്തരും അങ്ങനെയാണ്. നോക്കൂ, ഇന്നലെ വരെ മദ്യപിച്ച് ലക്ക് കെട്ട് കിടന്നവൻ ഇതാ പള്ളിയുടെ ചാരത്ത് വന്നിരിക്കുന്നു,
നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, തറാവീഹ് നമസ്കരിക്കുന്നു. എന്തൊരു അവസ്ഥയാണ്! ആർക്ക് കഴിയും ലോകത്ത് ഈ മാറ്റം കൊണ്ടുവരാൻ? ഒരു സർക്കാരിന് കഴിയുമോ? ഒരു പോലീസിന് കഴിയുമോ? ഒരു ശിക്ഷാ നിയമത്തിന് കഴിയുമോ? അല്ലാഹു തആലയല്ലേ ഇത് ചെയ്യുന്നത്? സ്വയം മാറ്റത്തിന് അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത്. കണ്ട ഏതെങ്കിലും അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ട് അങ്ങനെ ഭ്രാന്തനായി നടന്നിരുന്നവൻ ഇതാ അതെല്ലാം തൗബ ചെയ്ത് തിരിച്ചു വരികയാണ്. എന്തൊരു അത്ഭുതമാണ്! ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം. എനിക്ക് എന്നെ മാറ്റാൻ കഴിയുമെന്ന് അല്ലാഹു മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ചെയ്ത് കാണിക്കുകയാണ്. കഴിയും സഹോദരന്മാരെ, നമുക്ക് കഴിയും. നമ്മൾ മാറണം, അല്ലാഹുവിലേക്ക് അണയണം, അവന്റെ അടുക്കൽ പോയിരുന്നിട്ട് തേങ്ങി തേങ്ങി കരയണം. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഓർത്തെടുത്ത് അല്ലാ, ഞാൻ അന്ന് അങ്ങനെ ചെയ്തു പോയി, ഇങ്ങനെ ചെയ്തു പോയി, ഞാൻ അങ്ങനെ അകപ്പെട്ടു പോയി, നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ, എന്നെ കൈക്കൊന്ന് പിടിക്കണേ, എന്നെ ഒന്ന് തലോടണേ, എന്നെ ഒന്ന് അണച്ചു പിടിച്ചൊന്ന് സ്വർഗം വരെ കൊണ്ട് എത്തിക്കണേ, ജീവിതാവസാനം വരെ ആ ഹിദായത്ത് തരണേ, നിന്റെ സ്നേഹം തരണേ എന്ന് കെഞ്ചി കേണ് അവന്റെ മുമ്പിൽ താഴ് വീട് കേണപേക്ഷിക്കുന്ന നാളുകളാകണം നമ്മുടെ ഈ ഇബാദത്തിന്റെ നാളുകൾ, ഈ റമദാനിന്റെ നാളുകൾ സഹോദരന്മാരെ. അങ്ങനെ നമുക്ക് അന്ന് പറഞ്ഞത് യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു ബിറഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് അവിവേകം കാണിച്ചു പോയ, തെറ്റുകൾ ചെയ്തു പോയ, അബദ്ധങ്ങൾ പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരെ, അല്ലാഹുവിനല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, എന്റെ ദാസന്മാരെ, യാ ഇബാദി, എന്റെ ദാസന്മാരെ, എന്റെ പൊന്നു മുത്തുകളെ, എന്റെ രത്നങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സ്നേഹഭാജനങ്ങളെ, എന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകണ്ട കേട്ടോ, നിരാശ വേണ്ട, ഞാൻ കൂടെ ഉണ്ട്. പടച്ചോൻ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, വല്ലാത്തൊരു പറച്ചിലാണത്. നിങ്ങൾ എന്ത് പാപമാവട്ടെ മുഴുവൻ അല്ലാഹ് പുറത്തു തരും, തീർച്ച അല്ലാഹ് പുറത്തു തരും, സകല പാപങ്ങളും പുറത്തു തരും. നിങ്ങൾ ആരും മോശക്കാരല്ല, നിങ്ങൾ എന്റെ സ്വന്തം ആളുകൾ. അവിടെ ഇരിക്കി, നിങ്ങൾ ഇറങ്ങി പോകരുത്. നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിൽ എന്റെ ചാരത്തിരിക്കി, ഞാൻ നിനക്ക് കരുണ ചെയ്യാം, സ്നേഹം തരാം, പാപം പുറത്തു തരാം, അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചു തരാം. എന്നിൽ അവരിൽ വിശ്വസിച്ചു കൊള്ളട്ടെ. വല്ലത് ചോദിക്കാറുണ്ട് എന്റെ അടുത്ത് ചോദിക്കും. അപേക്ഷകൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ കിടക്കുന്നുണ്ടോ? ഒക്കെ കൊണ്ടുവാ, ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചു വെക്ക്, എന്റെ അടുത്ത് വാ, തേങ്ങിക്കരഞ്ഞോ, ഞാൻ കൂടെയുണ്ട്, എല്ലാത്തിനും മറുപടി തരാം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പരിശുദ്ധ റമദാൻ ഖുർആൻ ഓതി നമസ്കരിക്കുന്നതോടൊപ്പം, ഖുർആൻ ഓതി തീർക്കുന്നതോടൊപ്പം, ആ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിരുത്താനും, ദിവസം ഒരു ആയത്തെങ്കിലും അർത്ഥസഹിതം ഒന്ന് പഠിക്കാനും, ഏറ്റവും കൂടുതൽ സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ സ്ഥിരമായി ഓതുന്ന കൊച്ചു കൊച്ചു സൂറത്തുകളുടെ അർത്ഥമൊക്കെ പഠിക്കാനും, സൂറത്ത് യാസീന്റെ അർത്ഥം, സ്ഥിരം ഓതുന്ന സൂറത്തുകൾ, ഇതിന്റെയൊക്കെ അർത്ഥം പഠിക്കാൻ ഒരു സമയം കണ്ടെത്താം. അതൊരു വല്ലാത്ത വികാരം, വല്ലാത്തൊരു അവസ്ഥയാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത്. ശാന്തമായി നിർത്തി നിർത്തി ചോദിക്കേണ്ടിടങ്ങളിലൊക്കെ ചോദിച്ച്, അങ്ങനെ തേങ്ങിക്കരഞ്ഞുകൊണ്ട്, ചട്ടിയിൽ എണ്ണ തിളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമില്ലേ, തിളയ്ക്കുന്ന ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ പുറത്ത് കേൾക്കുമായിരുന്നു എന്ന് സഹാബാക്കൾ പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് അല്ലാഹുവിലേക്ക് കൂടുതൽ അണയാൻ, അവന്റെ ചാരത്തണയാൻ, അവന്റെ സ്നേഹവാചനങ്ങളായി മാറാൻ ഈ ലോകത്തും പരലോകത്തും പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് വിജയം വരിച്ചവരിൽ ഉൾപ്പെടാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.